മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ലിജോ മോൾ ജോസ്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത 2016 പ്രദർശനത്തിനെത്തിയ മഹേഷിന്റെ പ്രതികാരം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് ലിജോ മോൾ തന്റെ ചലച്ചിത്ര അഭിനയം ആരംഭിച്ചത്. ജയ് ഭീം എന്ന സിനിമയിലെ ലിജോ മോളുടെ അഭിനയം ദേശശ്രദ്ധ നേടിയിരുന്നു. കുട്ടിക്കാലത്ത് താൻ കടന്നുപോയ സംഘർഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ലിജോ മോൾ. തനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു. തന്റെ 10ാം വയസ്സിൽ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചു. എന്നാൽ തനിക്ക് അന്ന് ആ പ്രായത്തിൽ അമ്മയുടെ രണ്ടാം വിവാഹം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്നും എന്നാൽ അമ്മ എന്തുകൊണ്ട് അങ്ങനെ ആ തീരുമാനമെടുത്തു എന്നത് ഇന്ന് മനസ്സിലാകുന്നുണ്ടെന്നും ലിജോ മോൾ പറയുന്നു. അച്ഛൻ മരിക്കുമ്പോൾ അമ്മ ഗർഭിണിയായിരുന്നു. എനിക്ക് 10 വയസ്സും അനിയത്തിക്ക് 8 വയസ്സും ഉള്ളപ്പോഴാണ് അമ്മ രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. രണ്ടാനച്ഛൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ ഇച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ആ സമയത്ത് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്റെ കുട്ടിക്കാലത്തെ ആദ്യത്തെ 10 വർഷങ്ങളിൽ അച്ഛൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാൾ ഒരു ദിവസം ജീവിതത്തിലേക്ക് കയറി വരുന്നു. അദ്ദേഹം ഇനി നമ്മുടെ കൂടെ ഉണ്ടാകും. അദ്ദേഹത്തെ ഇനി ഇച്ചാച്ചൻ എന്ന് വിളിക്കണമെന്നൊക്കെ അമ്മ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്ന് എനിക്ക് അത്ര പ്രായമേ ഉള്ളൂ. അമ്മയുമായി ചെറിയ അകൽച്ചയിലായിരുന്നു. വല്യമ്മച്ചിയുടെ കൂടെയായിരുന്നു ഞാൻ ഉറങ്ങിയിരുന്നത്. അനിയത്തി അമ്മയുടെ കൂടെയാണ് ഉറങ്ങിയിരുന്നത്. പഠിപ്പിക്കുന്നതൊക്കെ അമ്മയായിരുന്നു. ഇച്ചാച്ചൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ അച്ഛന്റെ വീട്ടിൽ നിന്ന് പോന്നു. അത്രയും നാൾ നിന്ന് ആ വീട്ടിൽ നിന്ന് പോരുന്നത് എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അമ്മ ട്രാൻസ്ഫർ വാങ്ങി വരികയായിരുന്നു. അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചതിൽ അച്ഛന്റെ കുടുംബത്തിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കസിൻസും അങ്കിളും ആന്റിമാരും ഒന്നും മിണ്ടിയില്ല. ആ സമയത്ത് അവധിക്ക് പോകാൻ വീടൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടായ ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് അമ്മയോട് വ്യക്തിപരമായി ഒന്നും പറയാൻ പറ്റാതെയായി. അമ്മ ഇത് ഇച്ചാച്ചനോട് പറയുമെന്ന ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇമോഷണലി ആവശ്യമുള്ള പിന്തുണയും ആ സമയത്ത് എനിക്ക് കിട്ടിയില്ല. അമ്മയ്ക്ക് ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുണ്ടായിരുന്നു. അമ്മ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നല്ല, നല്ല അമ്മ തന്നെയായിരുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പിന്തുണ കിട്ടിയില്ല. അമ്മ ഭയങ്കരമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല. അമ്മ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്നും അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെന്നും ഡിഗ്രി ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് അനിയത്തിയോടായിരുന്നു. എനിക്ക് തോന്നിയതുപോലെ അവൾക്ക് തോന്നരുതെന്ന് നിർബന്ധമായിരുന്നു. അനിയത്തിക്ക് ഞാൻ പ്രൊട്ടക്റ്റീവായ ചേച്ചിയായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കറിയാം അമ്മ അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന്. അവർ വേറെ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്, താങ്ക്ഫുൾ ആണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.